കേംബ്രിഡ്ജ് ഇംഗ്ലീഷ് 365 ഡേയ്സ് 365 ദിവസവും ഇംഗ്ലീഷിന് വേണ്ടി നമുക്ക് അല്പസമയം ചെലവഴിക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് ഫെഡപ്പ് പ്ലസ് വിത്ത്. ഞാൻ അവനെ കൊണ്ട് മടുത്തു, ഇങ്ങനെ നമ്മൾ പറയാറില്ലേ? ഇങ്ങനെ പറയേണ്ട സിറ്റുവേഷനിൽ എങ്ങനെ ഇംഗ്ലീഷ് ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഞങ്ങളിന്ന് ബുക്സ് മേടിച്ചിട്ടുള്ള സ്റ്റുഡൻസ് നിർബന്ധമായും ബുക്ക് വെച്ച് പ്രാക്ടീസ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. പേജ് നമ്പർ 83 അതുപയോഗിച്ചിട്ടാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. നമുക്ക് ഈ സെൻസ് വായിക്കാം. ഐ ആം ഫെഡ് അപ്പ് വിത്ത് ഹിം. ഞാൻ അവനെ കൊണ്ട് മടുത്തു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തിയറി കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഡിക്ഷണറിയിലൊന്ന് ചെക്ക് ചെയ്യാണ്. ഫെഡ് അപ്പ് എന്നത് ഒരു അഡ്ജക്റ്റീവാണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ മീനിങ് നമ്മളിവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കേണ്ട സിറ്റുവേഷൻ ഫെഡ് അപ്പ് വിത്ത് സംപടി ഓർ സംതിങ്. SB എന്ന് പറഞ്ഞാൽ സംപടി എന്നാണ് അർത്ഥം. STH എന്ന് പറഞ്ഞാൽ സംതിങ്. ഫെഡ് അപ്പ് വിത്ത് സംപടി, ഫെഡ് അപ്പ് വിത്ത് സംതിങ്. ഇതാണ് ഇതിൻ്റെ ഒരു ഇക്വേഷൻ. ഇതാണ് നമ്മൾ ഉപയോഗിക്കേണ്ട തിയറി. അതല്ലെങ്കിൽ ഫെഡ് അപ്പ് വിത്ത് ഡൂയിങ് സംതിങ്, ഇത് ജെറൻഡ് ഫോമാണ്, ഇങ്ങനെയും ഉപയോഗിക്കാം. ഇനി ഞാൻ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി തരാം. ഫെഡ് അപ്പ് വിത്ത് സംവൺ, ഫെഡ് അപ്പ് വിത്ത് സംതിങ്, രണ്ട് രീതിയിലും നമുക്കത് ഉപയോഗിക്കാം. സംവൺ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഹിം മാത്രമല്ല, ഹർ, മൈ മദർ, യുവർ മദർ, രഞ്ജു, ടോം, എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെയും നമുക്ക് ചേഞ്ചുകൾ വരുത്താൻ പറ്റും. നമുക്ക് സെൻസ് വായിക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഞാൻ അവനെ കൊണ്ട് മടുത്തു എന്ന് നമ്മൾ പറയേണ്ട സിറ്റുവേഷൻ വന്നാൽ നമ്മൾ പറയേണ്ടത് ഇങ്ങനെയാണ്: ഐ ആം ഫെഡ് അപ്പ് വിത്ത് ഹിം. ഞാൻ അവനെ കൊണ്ട് മടുത്തു. ഞാൻ നിന്റെ കുട്ടികളെ കൊണ്ട് മടുത്തു. ഐ ആം ഫെഡ് അപ്പ് വിത്ത് യുവർ ചിൽഡ്രൻ. അപ്പോൾ ഇവിടെ ഹിം എന്നുള്ളത് മാറ്റി നമ്മൾ എന്ത് ചെയ്യണം? വിത്ത് യുവർ ചിൽഡ്രൻ, നിങ്ങളുടെ കുട്ടികളെ കൊണ്ട് ഞാൻ മടുത്തു. എൻ്റെ പാരൻസിനെ കൊണ്ട് ഞാൻ മടുത്തു. ഐ ആം ഫെഡ് അപ്പ് വിത്ത് മൈ പാരൻസ്. അപ്പം ഇനി ഇതിൻ്റെ തിയറി മനസ്സിലാക്കാൻ വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചത് ഈ സാമ ടോപ്പിക്കാണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ച അഡ്ജക്റ്റീവ് ആണ് എങ്കിൽ നമുക്കിതിനെ നെഗറ്റീവ് ആക്കാൻ പറ്റും. ഐ ആം നോട്ട് ഫെഡ് അപ്പ്. ഐ ആം നോട്ട് ഫെഡ് അപ്പ് വിത്ത് യു. നിന്നെ കൊണ്ട് ഞാൻ മടുത്തിട്ടില്ല. അപ്പോൾ നെഗറ്റീവ് ആക്കണമെങ്കിൽ നമുക്ക് ഐ ആം നോട്ട് എന്ന് ആഡ് ചെയ്യണം. അപ്പോൾ ഇതിന് ക്വസ്റ്റ്യൻ ആക്കാൻ പറ്റും. നീ അവനെ കൊണ്ട് മടുത്തോ എന്ന് ചോദിക്കുമ്പോൾ ആർ യു ഫെഡ് അപ്പ് വിത്ത് ഹിം, ആർ യു ഫെഡ് അപ്പ് വിത്ത് ഹിം. അപ്പോൾ നമ്മൾ ചേഞ്ച് വരുത്തേണ്ടത് ഈ ഒരു പൊസിഷനിലാണ്. നമ്മൾ ഈ ഫെഡ് അപ്പ് എന്നത് മാറ്റി അവിടെ ഹാപ്പി എന്ന് ആക്കി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഐ ആം ഹാപ്പി, ഐ ആം നോട്ട് ഹാപ്പി, ആർ യു ഹാപ്പി. ആ ഒരു ഫോം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഹാപ്പി അഡ്ജക്റ്റീവ് ആണെങ്കിൽ ഫെഡപ്പ് എന്നത് വേറൊരു അഡ്ജക്റ്റീവാണ്. പക്ഷെ അത് ഉപയോഗിക്കുന്നത് കുറച്ച് ടഫാണ് എന്നുള്ളതുകൊണ്ട് മാത്രം നമ്മളത് മാറ്റി പഠിപ്പിക്കുകയാണ്. പിന്നെ ഈ അടുത്ത സെൻറ്റൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഐ ആം ഫെഡപ്പ് വിത്ത് സംതിങ് എന്ന ഫോമിലാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഐ ആം ഫെഡപ്പ് വിത്ത് ദീസ് ട്രാഫിക് ജാംസ്. ഈ ട്രാഫിക് ജാംസ് കൊണ്ട് ഞാൻ മടുത്തു എന്ന രീതിയിലാണ് ഒരു സെൻറ്റൻസാണ് നമ്മളിവിടെ കാണാൻ സാധിക്കുക. അപ്പോൾ നമ്മളൊരു എറണാകുളത്തേക്ക് യാത്ര ചെയ്യുകയാണ്, ഭയങ്കര ട്രാഫിക് ജാം. അപ്പോൾ നമ്മൾ പറയണം, ഓഹ് ഈ ട്രാഫിക് ജാം കാരണം മടുത്തു എന്ന് നമ്മൾ പറയേണ്ട സിറ്റുവേഷനിൽ നമ്മൾ പറയേണ്ടത് ഇതാണ്: ഐ ആം ഫെഡ് അപ്പ് വിത്ത് ദീസ് ട്രാഫിക് ജാംസ്. അപ്പോൾ ഈ ചോദ്യം ആക്കാൻ നമുക്ക് സാധിക്കും, അതുപോലെ ഇത് നെഗറ്റീവ് ആക്കാൻ സാധിക്കും. അതുപോലെ ഇവിടെ സംതിങ് എന്നത് വേറെ നമുക്ക് ഏത് ഫോംസ്, നമുക്ക് വേറെ ഏതെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് ആഡ് ചെയ്യാൻ പറ്റും. അതൊക്കെ നമുക്ക് സിമ്പിളാണ്. നമുക്കിവിടെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി നോക്കാം. ആർ യു ഫെഡ് അപ്പ് വിത്ത് ദീസ് ട്രാഫിക് ജാംസ്. അപ്പോൾ പുതിയൊരാൾ വന്നു നമ്മുടെ നാട്ടിലേക്ക്, എറണാകുളത്തേക്ക് ഒരാൾ വന്നു. അപ്പോൾ നമ്മൾ അവരൊരുമിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ട്രാഫിക് ജാംസ് ഒക്കെ കാണുന്ന സമയത്ത് നമ്മൾ അവരോട് ചോദിക്കുകയാണ്, ഇതൊക്കെ ഈ ട്രാഫിക് ജാംസ് കണ്ട് നിങ്ങൾ മടുത്തോ നിനക്ക് എന്ന് നമ്മൾ ചോദിക്കുകയാണ്. അങ്ങനെ ഉള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: ആർ യു ഫെഡ് അപ്പ് വിത്ത് ദീസ് ട്രാഫിക് ജാംസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കണം. അപ്പോൾ ബുക്സ് വെച്ചൊക്കെ ശരിക്കും പ്രാക്ടീസ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആർ യു ഫെഡ് അപ്പ് വിത്ത് ജെറൻഡ് ഫോം, അതെങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതാണ്. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം, ഇമ്പോർട്ടൻ്റ് കാര്യം പറയട്ടെ. നമ്മൾ ഓൾറെഡി കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഴയ വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുകിൽ നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കുക, അല്ലെങ്കിൽ യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്യാം. കേംബ്രിഡ്ജ് ഇംഗ്ലീഷ് 365 ഡേയ്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് കാണുന്നതായിരിക്കും. നമ്മളിന്ന് ബുക്സ് വാങ്ങിച്ചിട്ടുള്ള സ്റ്റുഡൻസ് ഓരോ വീഡിയോസായിട്ട് നമ്മൾ കാണാനുള്ള കാര്യം നോക്കണം. അതുപോലെ കൃത്യം ഓർഡർ മനസ്സിലാക്കണം. അപ്പോൾ നല്ല ഓർഡർ മനസ്സിലാക്കി പഠിച്ചാലാണ് വളരെ എഫക്റ്റീവ് ആയിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഓർഡർ മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബുക്ക് വാങ്ങിച്ചിരിക്കുന്നത്.
ഇനി ബുക്ക് വാങ്ങാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ 82815556 എന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ വെറും 550 രൂപ മാത്രമേ നമുക്ക് ചിലവ് വരുള്ളൂ. 2 ബുക്ക് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസന്റ് ഒരു ബുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കട്ടെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഐ ആം ഫെഡ് അപ്പ് വിത്ത് ഡൂയിങ് സംതിങ്. ഇപ്പോൾ ഡൂയിങ് സംതിങ് എന്ന ഫോം നമ്മളോട് ഉപയോഗിക്കുന്നത് ജെറൻഡ് ഫോമാണ് നമ്മളോട് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ജെറൻഡ് എങ്ങനെ ഉപയോഗിക്കാം എന്ന വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ഗ്രാമർ ഇൻ മലയാളം എന്ന ടോപ്പിക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ പ്ലേലിസ്റ്റ് നിങ്ങൾക്കത് കാണാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണണം. പഴയ വീഡിയോസ് ഓരോന്നോരോന്നായി കാണണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മളോട് ഉപയോഗിക്കാൻ പോകുന്നത് ജെറൻഡ് ഫോമാണ്. അപ്പോൾ ജെറൻഡ് ഫോം വെച്ചിട്ട് ഞാനൊരു സെൻറ്റൻസ് നമുക്ക് ടൈപ്പ് ചെയ്യാം. നമ്മൾ സ്ഥിരമായിട്ട് പാചകം ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് പാചകത്തോട് ഒരു മടുപ്പ് തോന്നും അല്ലേ? അപ്പോൾ നമ്മൾ പറയുന്ന ഒരു ഡയലോഗാണ്, ഓ എനിക്ക് പാചകം മടുത്തു എന്ന് നമ്മൾ പറയില്ലേ? അപ്പോൾ ആ പാചകം മടുത്തു എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ് ആണിത്. ഐ എം ഫെഡ് അപ്പ് വിത്ത് കുക്കിംഗ്. അപ്പോൾ ഇവിടെ കുക്കിംഗ് എന്നത് വെർബിൻ്റെ ING ഫോം അല്ല, ഇത് ജെറൻഡ് ഫോം ആണ്. ഇപ്പോൾ ഒരു വെർബിന് 4 ഫോംസ് ആണുള്ളത്: പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം. ഇത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം അല്ല, ഇത് ജെറൻഡ് ഫോം ആണ്. അപ്പോൾ ജെറൻഡ് ഫോമും പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോമും കാഴ്ചയിൽ ഒരുപോലെയാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം അല്ലെങ്കിൽ ING ഫോം ആണെങ്കിൽ അതിന് മുമ്പ് ബിയുടെ ഫോമുകൾ ഉണ്ടാവും. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ബിയുടെ ഫോം ഒന്നും കാണാനില്ല. അപ്പോൾ ഇത് ജെറൻഡ് ഫോം ആണ്. അപ്പോൾ ഈ സെന്റൻസിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇത് അഡ്ജക്റ്റീവ് വെച്ചുള്ള ഒരു സെന്റൻസ് ആണ്. അഡ്ജക്റ്റീവ് കഴിഞ്ഞ് വിത്ത് എന്ന പ്രിപ്പോസിഷൻ ആഡ് ചെയ്തു, അത് കഴിഞ്ഞ് നമ്മൾ ജെറൻഡ് ആഡ് ചെയ്തു. അങ്ങനെ ഒരു സെന്റൻസ് ആണ് നമ്മളിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്, നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സെന്റൻസ് നമുക്ക് നെഗറ്റീവ് ആക്കാൻ പറ്റും. എനിക്ക് കുക്കിംഗ് മടുത്തിട്ടില്ല എന്ന് നമ്മൾ പറയണമെങ്കിൽ നമ്മൾ പറയേണ്ടത് ഐ ആം നോട്ട് ഫെഡ് അപ്പ് വിത്ത് കുക്കിംഗ്. എനിക്ക് പാചകം മടുത്തിട്ടില്ല. ഇപ്പോൾ നമ്മളൊരാളോട് ചോദിക്കുകയാണ്, പാചകം ചെയ്യുന്ന ഒരാളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് കുക്കിംഗ് മടുത്തോ എന്ന് ചോദിക്കേണ്ട സിറ്റുവേഷൻ വന്നാൽ നമ്മൾ ചോദിക്കേണ്ടത് ഇങ്ങനെയാണ്, ആർ യു ഫെഡ് അപ്പ് വിത്ത് കുക്കിംഗ്? ഓക്കെ, അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ വളരെ ആവശ്യമുള്ള സെൻറ്റൻസുകളാണ്. നിനക്ക് പഠിക്കലും മടുത്തോ? ആർ യു ഫെഡ് അപ്പ് വിത്ത് സ്റ്റഡിങ്? നിങ്ങൾക്ക് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യലും മടുത്തോ? ആർ യു ഫെഡ് അപ്പ് വിത്ത് പ്രാക്ടീസിങ് ഇംഗ്ലീഷ്? നിനക്ക് TV കാണലും മടുത്തോ? അപ്പോൾ കുറേ നേരം TV കണ്ടുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ അവരോട് ചോദിക്കുകയാണ്, TV കാണലും മടുത്തോ നിനക്ക് എന്ന് ചോദിക്കുകയാണ്. ആ സിറ്റുവേഷനിൽ തമാശയ്ക്കാണെങ്കിൽ പോലും നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ്, ആർ യു ഫെഡ് അപ്പ് വിത്ത് വാച്ചിങ് TV? നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കുറേ സമയമായിട്ട്, അപ്പം നമ്മൾ അവിടെ ചോദിക്കുകയാണ്, നീ പ്രാർത്ഥിക്കലും മടുത്തോ നിനക്ക് എന്ന് ചോദിക്കേണ്ട സിറ്റുവേഷൻ വന്നാൽ നമ്മൾ ചോദിക്കേണ്ടത് ആർ യു ഫെഡ് അപ്പ് വിത്ത് പ്രേയിങ്? അപ്പോൾ ഇതിൽ നമ്മൾ എന്താ പഠിക്കുന്നത്? നമ്മളൊരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര വെർബുകളുണ്ടോ ആ വെർബിനെയൊക്കെ നമുക്ക് ജെറൻഡ് ഫോം ആക്കാൻ പറ്റും. അത്ര സെൻറ്റൻസുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നിത്യജീവിതത്തിൽ ആവശ്യമുള്ള സെൻറ്റൻസുകളാണെന്ന് മനസ്സിലാക്കി ഇത് ഉപയോഗിക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് തിയറി, പ്രാക്ടീസ്, അപ്ലിക്കേഷൻ. അപ്പോൾ തിയറി നമ്മൾ പഠിക്കണം കൃത്യമായി, അത് കേംബ്രിഡ്ജ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് തന്നെ പഠിക്കണം. പ്രാക്ടീസ് ചെയ്യേണ്ടതും കേംബ്രിഡ്ജ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ ഇത് ജീവിതത്തിൽ ഉപയോഗിക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഈ സെൻറ്റൻസ് ഉപയോഗിക്കാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ മനസ്സിൽ ഇത് കുറേ നാളത്തേക്ക് നിൽക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുകയാണ്, നിനക്ക് മടുത്തോ അവന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് എന്ന് ചോദിക്കേണ്ട സിറ്റുവേഷൻ വന്നാൽ ഒറ്റയടിക്ക് നമ്മൾ ചോദിക്കുകയാണ്, ആർ യു ഫെഡ് അപ്പ് വിത്ത് വെയിറ്റിംഗ് ഫോർ ഹിം? ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്വാളിറ്റി അവനെ കാണിച്ചു കൊടുക്കാൻ സാധിച്ചു, നമുക്കൊരു പ്രാക്ടീസ് കിട്ടി. അങ്ങനെ എൻജോയ് ചെയ്ത് ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനൽ. അതുപോലെ തന്നെ കമൻസ് അയക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻസ് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ചാനൽ എങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്, ബുക്സുകൾ നമുക്ക് എങ്ങനെ വാങ്ങാൻ സാധിക്കും, അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്, പഴയ വീഡിയോസ് നമ്മൾ കാണാൻ എന്ത് ചെയ്യണം, ഇംഗ്ലീഷ് ഹാൻഡ് റൈറ്റിംഗ് ക്വാളിറ്റി കൂട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 5 മിനിറ്റ് അത് മാത്രമാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓൾറെഡി ഒരു പ്രാവശ്യം കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, നമ്മൾ ഇനി ഇത് കാണേണ്ടതില്ല, അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഫോണിലൂടെ ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 8281555666. നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് 5 പ്ലേലിസ്റ്റുകളിലേക്കാണ്. നമുക്കത് കാണാൻ സാധിക്കും. 5 new words daily, 1 minute grammar, English grammar in Malayalam, English conversations, essential grammar in use. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് കാണുക എന്നുള്ളതാണ്. ഏതാണ് നമുക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതിലേത് വീഡിയോസാണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് അത് റെഗുലറായിട്ട് കാണാൻ ശ്രമിക്കാം. ഇപ്പോൾ നമുക്കറിയാം
5 new words daily. അത് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ നിന്നും സെലക്ട് ചെയ്ത വാക്കുകളുടെ കളക്ഷനാണ്. അതായത് 3000 വാക്കുകൾ വേണം. ഇംഗ്ലീഷ് നല്ല രീതിയിൽ സംസാരിക്കാൻ വേണ്ടി നമുക്ക് 3000 വാക്കുകൾ വേണം. അപ്പോൾ അത് നമ്മൾ ഒരു ദിവസം 5 വാക്കുകൾ വെച്ച് നമ്മൾ പഠിച്ചെടുക്കും. അത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഓക്സ്ഫോർഡ് 3000 എന്ന ഡിക്ഷണറിയിൽ നിന്നാണ്. അപ്പോൾ അത് ഒന്നും മിസ്സാക്കരുത്. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഗ്രാമർ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ആണ്. അപ്പോൾ അത് നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കാണ്. സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. 1 മിനിറ്റ് ഗ്രാമർ എന്ന പ്ലേലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കാം. അതുപോലെ തന്നെ എസെൻഷ്യൽ ഗ്രാമർ ഇൻ യൂസ് എന്ന പ്ലേലിസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കുക കാംബ്രിഡ്ജ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഏറ്റവും ബേസിക് ലെവലിൽ നിന്നോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇനി ഇംഗ്ലീഷ് ഗ്രാമർ ഇൻ മലയാളം എന്ന പ്ലേലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുക കുറച്ചുകൂടി അഡ്വാൻസ് ടോപ്പിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഓരോ കാറ്റഗറി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് നമ്മളത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൃത്യം ഓർഡർ നമ്മുടെ ബുക്കിലുണ്ട്. അപ്പോൾ നിങ്ങൾ ബുക്ക് മേടിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ഐഡിയ കിട്ടും. ബുക്സ് നിങ്ങൾ പരമാവധി മേടിക്കാൻ നോക്കണം. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിന്റെ ഒരു ബുക്ക് നമ്മുടെ കയ്യിൽ നിർബന്ധമായും ഉണ്ടായിരിക്കണം. 550 രൂപ മാത്രമേ ചിലവ് വരുള്ളൂ. അത് മേടിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ നമുക്ക് 4ാമത്തെ പ്ലേലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുക ഇംഗ്ലീഷ് കോൺവെർസേഷൻസ്. നേറ്റീവ് സ്പീക്കേഴ്സ് എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുന്നു എന്ന് നമ്മൾ കേട്ട് പഠിക്കുകയാണ്. മാക്സിമം ആ റേഞ്ചിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ച ഗ്രാമർ കൃത്യമായിട്ടാണോ ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ കാംബ്രിഡ്ജ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് അതും നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്നും മിസ്സാക്കരുത്. അപ്പോൾ ഇങ്ങനെ കൃത്യമായി ഏതാണോ നമ്മുടെ ആവശ്യം അനുസരിച്ചാണ് നിങ്ങൾ വീഡിയോസ് കൂടുതൽ കാണേണ്ടത്. എല്ലാ വീഡിയോസും കാണുന്നതിൽ തെറ്റില്ല, പക്ഷേ കൂടുതൽ കാണേണ്ടത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാണ്. അപ്പം നമ്മുടെ ആവശ്യമുള്ള പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് ഏറ്റവും ആദ്യം തൊട്ട് ഓരോന്നോരോന്ന് കണ്ടു തുടങ്ങുക. അതാണ് നമ്മൾ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടത്. തിയറി, പ്രാക്ടീസ്, ആപ്ലിക്കേഷൻ, ഇതാണ് നമ്മുടെ മെത്തേഡ്. നമ്മൾ കാംബ്രിഡ്ജ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് തിയറി മനസ്സിലാക്കുന്നു, ഉറക്കെ പ്രാക്ടീസ് ചെയ്യുന്നു, അതുപോലെ തന്നെ റിയൽ ലൈഫിൽ നമ്മളത് ഉപയോഗിക്കുന്നു. ഇങ്ങനെ വേണം നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ. അപ്പോൾ തിയറി കേട്ടതുകൊണ്ട് മാത്രം നമുക്ക് റിസൾട്ട് ലഭിക്കില്ല. നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. ഉറക്കെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് സ്പീക്കിംഗ് പ്രാക്ടീസ് ലഭിക്കുകയുള്ളൂ. അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ റിയൽ ലൈഫിൽ നമ്മളിത് അപ്ലൈ ചെയ്യണം. കാരണം അപ്ലിക്കേഷൻ അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ലഭിക്കില്ല. അപ്പോൾ അത് എങ്ങനെ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യം ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. വീഡിയോ ഫുള്ള് കാണുമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഈ വീഡിയോ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ 2 സ്പെഷ്യൽ ബുക്സുകൾ ഉപയോഗിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിന്റെ ഒരു സ്പെഷ്യൽ ബുക്കും ഞങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സ്പെഷ്യൽ ബുക്കും നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് വാങ്ങാൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് 82815556 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ഞങ്ങളുടെ അക്കൗണ്ട് നമ്പറിലേക്ക് വെറും 550 രൂപ ട്രാൻസ്ഫർ ചെയ്യാം. അതിനുള്ള ഡീറ്റെയിൽസ് എല്ലാം 82815556 എന്ന നമ്പറിലേക്ക് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ്മെൻറ്റ് കോഴ്സ്, വെറും 30 മണിക്കൂറിനുള്ളിൽ 70% ഇംഗ്ലീഷ് ഹാൻഡ് റൈറ്റിംഗ് നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും. ആ ബുക്കിനും നമുക്ക് വരുന്ന റേറ്റ് സെയിം ആണ്, 550 രൂപ. അതിനുവേണ്ടി സെയിം നമ്പറിലേക്ക് വിളിക്കാം. നമുക്കറിയാം ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ നമ്മൾ പഠിച്ചു വരുമ്പോൾ ഡിഡ്, വുഡ്, കുഡ്, ഹാവ്, ക്യാൻ, അങ്ങനെ പല ടൈപ്പ് സെൻറ്റൻസുകൾ നമുക്ക് കാണാൻ സാധിക്കും. 200ഓളം ടോപ്പിക്സുകളാണ് നമുക്ക് ഇംഗ്ലീഷിലുള്ളത്. അപ്പോൾ ഇതെല്ലാം കൃത്യമായ ഒരു ഓർഡറിൽ പഠിക്കേണ്ടതുണ്ട്. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ബുക്സ് നിങ്ങൾ നിർബന്ധമായും വാങ്ങണമെന്ന് എപ്പോഴും പറയുന്നത്. അപ്പം അതിന് മടി കാണിക്കരുത് നിങ്ങൾ. ഈ സെയിം നമ്പറിൽ നമുക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങളാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 82815556 എന്ന ഈ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയയ്ക്കുക. മെസ്സേജ് അയക്കേണ്ടത് ഇപ്രകാരമാണ്: പ്ലീസ് ആഡ് മൈ നമ്പർ. ഇത്ര മാത്രം മതി. മെസ്സേജ് ലഭിച്ചാൽ നിങ്ങളുടെ നമ്പർ ഞങ്ങൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഒറ്റ വീഡിയോസും നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങളാകാം. പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നമ്മൾ ഓൾറെഡി കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുടെ പ്ലേലിസ്റ്റ് അത് കാണാൻ സാധിക്കും. ഇപ്പോൾ 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ നമ്മുടെ വീഡിയോയുടെ തൊട്ടടിയിൽ തന്നെ കാംബ്രിഡ്ജ് ഇംഗ്ലീഷ് 365 ഡേയ്സ് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേജിലേക്ക് പോവും. അതിൽ പ്ലേലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അല്ലെങ്കിൽ കാംബ്രിഡ്ജ് ഇംഗ്ലീഷ് 365 ഡേയ്സ് എന്ന് സെർച്ച് ചെയ്യുക യൂട്യൂബിൽ.
കേംബ്രിഡ്ജ് ഇംഗ്ലീഷ് എന്ന് മാത്രമല്ല, കേംബ്രിഡ്ജ് ഇംഗ്ലീഷ് 365 ഡേയ്സ് എന്ന് സെർച്ച് ചെയ്യുക. പല സ്റ്റുഡൻസും ഇത് എങ്ങനെയാണ് പഴയ വീഡിയോസ് കാണാമെന്ന് ചോദിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഹോം പേജിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എപ്പോഴും കാണാൻ സാധിക്കുകയുള്ളൂ. ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫ്രീ ആയി ലഭിക്കുന്ന ഇത്തരം വീഡിയോസ് ഇനിയും ലഭിക്കാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഏതെങ്കിലും വീഡിയോസ് സെലക്ട് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.